അപ്പൊ രാവിലെ തന്നെ നേരത്തെ ഒരാൾ എണീറ്റ് വന്നിട്ടുണ്ട്. എണീറ്റിട്ട് ഹാള് വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ ഞാൻ അവനെ എടുത്തോണ്ട് വന്ന് എന്റെ ബാക്കി പണികൾ തുടങ്ങി. ഇന്ന് എന്താണെന്നറിയില്ല, ആൾക്ക് കുറച്ച് സ്നേഹപ്രകടനം കൂടുതലാണ്. എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ, എല്ലാ പണിക്കും കൂടി തരാൻ ആളാണ്. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് തീർക്കേണ്ട പണികളൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ഞാൻ ഇന്ന് ഇഡലിയും തക്കാളി ചട്നി ആട്ടോ ഉണ്ടാക്കിയത്. അവന് ഈ രണ്ട് കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ സ്നാക്സ് ആക്കിയിട്ട് അത് കൊടുത്തു വിടാന്നും കരുതി. അപ്പൊ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. എനിക്ക് തന്നെ എണീക്കാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നെ സ്കൂളിൽ ചേർത്ത അപ്പൊ തന്നെ ലീവ് എടുപ്പിക്കണ്ടെന്ന് കരുതി. ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ആള് ഫസ്റ്റ് ഡേ പോയി വന്നു. പിന്നെ പോകുന്നതിന് മുന്നേ കുറച്ച് ഹെൽത്ത് മിക്സ് കൊടുക്കാനുള്ള അങ്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഓർണമെന്റ്സ് ഒന്നും ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ അതും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്നാക്സ് ഒക്കെ ബാഗിലാക്കി ഇറങ്ങാൻ നിൽക്കുമ്പോ ചെറിയൊരു കുറുമ്പ്. ബാഗ് ഇട്ട് കഴിഞ്ഞാൽ ഊരി വെക്കാനും പറ്റില്ല, നമ്മളറ്റ കൈ പിടിക്കാനും പറ്റില്ല. അങ്ങനെ എടുത്ത് വണ്ടിക്ക് ഇട്ട് സ്കൂളിൽ എത്തിയപ്പോഴേക്കും നല്ല അങ്ങനെ ഇന്ന് എന്തോ കുറച്ച് സ്നേഹ കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആളെ ഞാൻ ടീച്ചറെ കയ്യിലാക്കി പോരുമ്പോ എന്റെ അടുത്തേക്കിനെ പോരാൻ വേണ്ടിയിട്ട് കുറുമ്പ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇടങ്ങേറായി. പിന്നെ ഞാൻ ടീച്ചർക്ക് വിളിച്ചു ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ വീട്ടിലെത്തി ബാക്കി പണികളെല്ലാം ഒരുക്കിയിട്ട് ഒരു 12 മണിയായപ്പോഴേക്കും ഞാൻ കൊണ്ടുപോകാൻ പോയി. അവിടെ ചെന്നപ്പോ ആൾ ഓക്കെ ആയിരുന്നു. കണ്ട പാടെ തന്നെ കുറെ ഉമ്മയും തന്നു. 3 o'clock വരെയാണ് സ്കൂൾ ടൈം. പക്ഷെ ഇപ്പൊ ചേർന്നല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ കൊണ്ടുപോകും. അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റ പറഞ്ഞ ആൾ ഇറങ്ങി. വീടെത്തുന്ന വരെ ഞാൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആള് കേൾക്കും. അതിന് വേറൊരു കാരണമുണ്ട്, റോഡിലൂടെ നിറച്ച് വെള്ളമാണ്. അതിൽ കളിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ.